നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഇപ്പോൾ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അല്ലൂരി സീതാരാമരാജു, വിജയപുര ജില്ലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ആളപായമോ മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഈ ഭൂചലനം ഉണ്ടായ ആദ്യ കുറച്ച് സമയം പിന്നിടുമ്പോൾ പ്രത്യേകിച്ച് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി വരും മണിക്കൂറിൽ ഇത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ആശങ്ക. ആന്ധ്രാപ്രദേശ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രകാരം പുലർച്ചെ 4:19 അല്ലൂരി സീതാരാമരാജു ജില്ലയിൽ 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. 10 കിലോമീറ്റർ ആഴത്തിൽ രേഖപ്പെടുത്തിയ ഭൂചലനം അയൽപ്പക്കത്തുള്ള വിശാഖപട്ടണം ജില്ലയുടെ ചില ഭാഗങ്ങളിലും അനുഭവപ്പെട്ടു. ഭൂകമ്പം ഹ്രസ്വകാലമായിരുന്നുവെന്നും മുൻകരുതലിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ സംഘങ്ങളെ ജാഗ്രത പാലിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കർണാടകയിൽ വിജയപുര ജില്ലയിലും രാവിലെ 7:49 2.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയതായി കർണാടക സംസ്ഥാന പ്രകൃതി ദുരന്ത നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിജയപുര താലൂക്കിലെ ബൂത്നാൽ തണ്ടയിൽ നിന്ന് 3.6 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. തീവ്രത കുറവാണെന്നും 50 മുതൽ 60 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കാമെന്നും KSNDMC അറിയിച്ചു. സീസ്മിക് സോൺ 3യിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഘടനാപരമായ വലിയ ആശങ്കകളൊന്നുമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അത്തരം ഭൂചലനങ്ങൾ ദോഷകരമല്ലാത്തതിനാൽ താമസക്കാർ ശാന്തരായിരിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ കോഴിക്കോടും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ചെമ്പനോട, പൂഴിത്തോട് മേഖലകളിലും വൈകിട്ട് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും കേട്ടു. പ്രശ്നങ്ങളില്ല. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ചലനമുണ്ടായത്. കുറ്റ്യാടി, പശുക്കടവ് മേഖലയിലും നേരിയ ഭൂചലനമുണ്ടായി. നാശനഷ്ടമില്ല. ഭൂചലനമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞെന്ന് റവന്യൂ പഞ്ചായത്ത് അധികൃതർ പറയുന്നു. കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും അവർ പറഞ്ഞു. ഭൂകമ്പ മാപിനികളിൽ ചലനം രേഖപ്പെടുത്തിയിട്ടില്ല.